സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങും. കുടിശ്ശികയുള്ളതിൽ 2 ഗഡുക്കളാണ് ഇന്ന് വിതരണം ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കുമെന്നാണ് അറിയുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്. എന്തായാലും ഈ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ വാർത്തയാണിത്. പറയൂ വിവരങ്ങൾ. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൻഷൻ കാത്തിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു പെരുന്നാൾ കാലത്ത് വലിയൊരു ആശ്വാസമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നോടുകൂടി ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. 3200 രൂപയാണ് ഓരോരുത്തരുടെയും കൈകളിലേക്ക് അതോടുകൂടി ഈ ആഘോഷ കാലയളവിൽ എത്തുക. അത് മാത്രമല്ല, അത് 62 ലക്ഷം പേരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കും എത്തിക്കും. അത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ക്ഷേമ പെൻഷൻ വിതരണവും പൂർത്തിയാക്കും എന്നുള്ളതാണ്. അതിൽ ബാങ്ക് അക്കൗണ്ടുമായി ലയിപ്പിച്ചിട്ടുള്ളവർക്ക് ഇന്ന് തന്നെ അക്കൗണ്ടിലേക്ക് പണം എത്തും. അതല്ലാത്തവർക്ക് ഈ സഹകരണ സംഘങ്ങൾ വഴി 2 ദിവസത്തിനുള്ളിൽ തന്നെ പണം എത്തുമെന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല 6.88 ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതമുണ്ട്. ആ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്രവിഹിതം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ആ തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ആ നിലയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് പിടിക്കുമ്പോഴൊക്കെ അവർ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കമാണ്. അതിനെതിരെ അത് പ്രതിപക്ഷവും ഒപ്പം തന്നെ BJPയും ഒക്കെ വലിയ നിലയിലുള്ള ആയുധമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്ക് കൂടി പ്രചരണം നടത്താനെത്തുന്ന LDF പ്രവർത്തകർക്ക് കൂടി വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ളത് തന്നെയാണ്. അപ്പോഴും 4 മാസത്തെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 1600 രൂപ നൽകി 1 മാസത്തെ കുടിശ്ശിക അതിൽ നിന്ന് കുറഞ്ഞിരുന്നു. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക കൂടി നൽകുന്നതോടുകൂടി കഴിഞ്ഞ 1 മാസത്തിനിടയിൽ, അതായത് കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ തന്നെ 4800 രൂപ ഓരോ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുടെ കൈകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. അതോടുകൂടി ഈ ക്ഷേമ പെൻഷൻ മുടക്കവുമായി സംബന്ധിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഉണ്ടായിരുന്നൊരു വികാരം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ മാസം തന്നെ 2024-25 വർഷത്തെ ലീവ് സറണ്ടർ ഉൾപ്പെടെ അനുവദിച്ചിരുന്നു. അങ്ങനെ ആ നിലയിൽ ഒരു സർക്കാരിനെതിരായി ഏതെങ്കിലും തരത്തിൽ വികാരമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് LDFന്റെയും പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു സലീം മാലിക്. എന്തായാലും പെൻഷൻ 2 ഗഡുക്കളാണെങ്കിലും വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി. കാര്യം അല്ലാതെ സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഈ സുഖകരമായ വാർത്ത അവരെ തേടി വരുന്നത്.